നമസ്കാരം. നമ്പറുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 നമ്പറുകളാണ്. അതിൽ ആദ്യത്തേതായ നമ്പർ 969 ആണ്. രണ്ടാമത്തേതായ നമ്പർ 696 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ കടന്ന് വന്നു എന്ന് വരാവുന്നതാണ്. ബഹുമാനം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ മൂലം ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പൊതുപ്രവർത്തകർക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബഹുമാനം പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് മൂലം മറ്റുള്ളവർക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അംഗീകാരങ്ങൾ തേടിയെത്തുന്നതായ സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക. ജനപ്രീതി വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില തടസ്സങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ നേടുവാനും ഇവർക്ക് സാധിക്കുന്നതുമാണ്. സാമ്പത്തിക കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഉന്നതി ലഭിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ, പ്രധാനമായും നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ചില പ്രവൃത്തികൾ അത് നിങ്ങൾ തന്നെ ചെയ്യണം എന്നില്ല. മറ്റുള്ളവർ നിങ്ങളുടെ അടുത്തേക്ക് വരാവുന്നതാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികളാലും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. വിചാരിക്കുന്നതായ പല കാര്യങ്ങളിലും അംഗീകാരങ്ങൾ നേടിയെടുക്കുക, ആ കാര്യം നിങ്ങൾക്ക് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. വിചാരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. സാമ്പത്തികപരമായ സഹായങ്ങളോ സാമ്പത്തികപരമായ നേട്ടങ്ങളോ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും ചില തടസ്സങ്ങൾ തൊഴിൽ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ അല്പം കൂടി പരിശ്രമിക്കേണ്ടതായ സാഹചര്യമാണ് വന്നു ചേരുക. ചില അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശത്രുദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് പലപ്പോഴും നിങ്ങളെ ദോഷകരമായ ഫലങ്ങൾ നൽകുന്നതിന് കാരണമായി തീരുന്നു എന്നതാണ് വാസ്തവം. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ അല്പം ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരാം. തീർച്ചയായും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമായി തീരും. ചില സഹായങ്ങൾ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ലഭിക്കാം. അത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് പോലും സഹായം ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കർമ്മ പുരോഗതി നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും. നെഗറ്റീവായ ചിന്തകൾ മനസ്സിലുണ്ട്. അത് ഒഴിവാക്കുവാനും പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് മുൻപിലുള്ളത്. ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. 2ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ത്യാഗങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ. എത്ര വേദനയിലാണ് എങ്കിലും ചിരിക്കുന്നവരായി നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ ഉയർച്ച, മറ്റുള്ളവർക്ക് കാര്യങ്ങൾ അനുകൂലമാകണം എന്ന ചിന്ത മനസ്സിലുള്ളവരാണ് നിങ്ങൾ. അതിനാൽ പലപ്പോഴും പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളായി തന്നെ പല അവസരങ്ങളും
മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ളവരാണ്. എന്നാൽ അതിൻ്റെ നന്ദിയോ അത്തരം കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അവരിൽ നിന്നും ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ തുടർന്ന് പോരുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ദൈവാനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇത്തരത്തിൽ സംഭവിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് പലപ്പോഴും സഹായങ്ങൾ ചെയ്യുവാനുള്ള മനസ്സ് നിങ്ങളിൽ നിലനിൽക്കുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ടും വിവാഹം അല്ലെങ്കിൽ ചെയ്യുന്നതായ കാര്യങ്ങളിൽ കൂടുതലായും തടസ്സങ്ങൾ അനുഭവപ്പെടുന്നു എന്നതും നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഒരു കാരണം തന്നെയാകുന്നു. എന്നാൽ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടന്നു കിട്ടും. അത്തരം കാര്യങ്ങളാണ് സംഭവിക്കുക. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. മറ്റുള്ളവരോട് വളരെയധികം വിനയത്തിൽ പെരുമാറുന്നവർ കൂടിയാണ് നിങ്ങൾ. സവിശേഷമായ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്, എങ്കിലും നിങ്ങളത് പുറത്തു പറയാറില്ല എന്നതാണ് വാസ്തവം. മറ്റുള്ളവർ പലപ്പോഴും നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ കൈക്കലാക്കിയിരിക്കുന്നു. എന്നാൽ അതുപോലും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പലപ്പോഴും നിങ്ങൾ പറയാറില്ല എന്നതാണ് വാസ്തവം. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് പല അവസരങ്ങളിലും നിങ്ങൾ. ഈ കാരണത്താൽ പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായ സമയമാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ വീഴ്ചകളിൽ നിന്നും നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുകയും ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുക, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പുതുതായ അവസരങ്ങൾ നിങ്ങളുടെ പരിശ്രമത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാം. പലപ്പോഴും ജീവിതത്തിൽ ചെയ്യുന്നതായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങൾ ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാര്യവിജയങ്ങൾ നേടുവാനും ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യപരമായ നേട്ടങ്ങളും കടന്ന് വരാവുന്നതാണ്. തൊഴിൽപരമായ നേട്ടങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. എന്നാൽ ശത്രുദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഈശ്വരാധീനം ഉള്ളതിനാൽ തന്നെ ശത്രുക്കളെ നിഷ്പ്രഭരാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്നതാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കണം. നിങ്ങളുടെ മനോനിയന്ത്രണം നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കുവാനും പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക.